അലഗുസ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഇതാ വിറകൊക്കെ സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ അടുത്ത മഴക്കാലത്തേക്കുള്ള സാധനങ്ങൾ ചൂട്ടൊക്കെ അട്ടിക്കിട്ട് നമ്മൾ അത്രയും ചൂട്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വേണ്ട ഒരു 10 ഉണ്ട്. വേണ്ട ഇത് വേസ്റ്റാണ്. ഇത് പിന്നീട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് പറമ്പൊക്കെ സെറ്റാക്കണം. അപ്പോൾ സൺഡേ ആയിട്ട് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഷർട്ട് ഇടാത്ത വേറെ ഉണ്ടായിട്ടല്ല, കാരണം നല്ല ചൂടായിരിക്കും ഇങ്ങനത്തെ പണിയെടുക്കുമ്പോൾ. പിന്നെ വീട്ടിൽ തന്നെ ആണല്ലോ, അത് ക്ഷീണിച്ച് ഗൈസ്. നോക്കിയാൽ മുഖം നോക്കിയാൽ ഇതൊരു രസമല്ലേ വിമയെ സംഭവം ബൂട്ടാ, ഒരു എന്താ പറയുക എൻജോയ് ആണ്. പക്ഷെ അതുപോലെ തന്നെ മടിയും തോന്നും കേട്ടോ, അത് വേറെ. പിന്നെ മടി തോന്നിയാൽ അങ്ങോട്ടും പണി ഇങ്ങോട്ടും എടുക്കും. ഒന്ന് സെറ്റാക്കണം. ഇനിയുണ്ട്. ഇനി ആ സൈഡിലും വെച്ചോ, നമ്മളെ കുന്ന് കൂട്ടി വെക്കും. കാരണം മഴക്കാലത്ത് കാരണം വിറകടുപ്പാകുമ്പോൾ കത്തി പിടിക്കണേ ഒലക്കണിയൊക്കെ മസ്റ്റാണ്. നമ്മൾ ഗ്യാസ് അടുപ്പിനെക്കാളും നല്ലത് വിറകടുപ്പിലുള്ള ഫുഡാണ്. അതിൽ കഴിച്ചാൽ ശീലിച്ചവർക്ക് പിന്നെ അത് തന്നെ ആയിരിക്കും ഇൻട്രസ്റ്റ്. പിന്നെ ഗ്യാസ് അടുപ്പിൽ കഴിക്കുന്നവർക്ക് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, വിറകടുപ്പ് കഴിച്ചു നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഫുഡിനൊക്കെ. അതുകൊണ്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മളൊരു ജനുവരി ഫെബ്രുവരി മാർച്ച് മാസമൊക്കെ ആകുമ്പോഴേക്ക് ഏകദേശം വിറകൊക്കെ ഒന്ന് സെറ്റാക്കി ഇങ്ങനെ ആക്കി വെക്കും. സാധാരണ ഇവിടേക്കൊക്കെ വിറകോല എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ സ്ഥലം നമ്മുടേതല്ലാത്തതിനും കൊണ്ട് നമുക്ക് ഇവിടെ വിറകോല കെട്ടാനും പറ്റില്ല. പിന്നെ ഇത് വിറക് പുര എന്ന് പറയുമായിരുന്നു. ഇത് ഉണ്ടായിരുന്നു കേട്ടോ, വീടിൻ്റെ ബാക്കിലുണ്ടായിരുന്നു പണ്ട്. പിന്നെ അത് പൊളിച്ച് പിന്നെ ഇങ്ങോട്ടാക്കി. ഇവിടെ അത് കഴിഞ്ഞല്ലോ കേട്ടോ, ഇത് കുറച്ചുണ്ട് ഇതിൽ. പിന്നെ കൃഷീൻ്റെ പ്ലാനിങ് ഒന്നും നടന്നില്ല ഗൈസ്, ലേറ്റായി. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയമില്ല, കാരണം വിശക്കുന്നുണ്ട് ഗൈസ്, വിശക്കുന്നു. അപ്പം കുളിക്കണം, കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് മൂടിയിടുക. ഇനിയിപ്പോൾ ഇത് ഷീറ്റ് കൊണ്ട് മൂടണം. ആ അമ്മ പറയണ്ട നല്ലോണം മൂട് ആദ്യം ചെറുത്. ആ അമ്മ അതല്ല, വേറൊന്നുണ്ട് അതിൻ്റെ അടിയിൽ വേറെ ചെറുതുണ്ട്. അതല്ല, അതിൻ്റെ അടിയിൽ വേറെ ചെറുതുണ്ട്. അത് അതിൻ്റെ മുകളിൽ വെക്കാം. അമ്മനോട് പറഞ്ഞാൽ കേൾക്കത്തില്ല, അതാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളത് മൂടട്ടെ ഗൈസ്. പണിയൊക്കെ കഴിഞ്ഞതാ, ചോറ് വേണം. ഞങ്ങൾ ഇലയിൽ കഴിക്കണമെന്നൊരു പൂതി. സൺഡേ പണിയെല്ലാം സ്പെഷ്യൽ അങ്ങനെയൊന്നുമില്ല, വെറൈറ്റി സ്പെഷ്യൽ ഒന്നും. നാടൻ ഫുഡ് എന്തൊക്കെയാ ചിഞ്ചൂട്ടാ ഐറ്റംസ്? മുട്ട പൊരിച്ചതുണ്ട്, പിന്നെ ഇരുമ്പുളി അച്ചാറുണ്ട്, തൈരുണ്ട്, നല്ല ചേന ഉപ്പേരി വെച്ചിട്ടുണ്ട്. കാണിച്ചു തൈര് മുട്ടക്ക് അടിയായിരിക്കും, മുട്ട പുഴുങ്ങിയതിന് അടിയായിരിക്കും. അവന് കുറച്ച് മതി. ചേനപ്പേരി കേട്ടോ ഉള്ളത്. അച്ചാറ് വേറെ സ്പൂൺ എടുത്തോ, അത് അതിനെ കൊണ്ട് എടുത്തോ. ചേനപ്പേരി മൊത്തം എടുക്കല്ലേ, വേണം ചൂടി വേണം. പിന്നെ കണ്ടോ ഐറ്റംസ് ഉണ്ടോ നിഞ്ചോട്ട്? എങ്ങനെയുണ്ട്? കണ്ടിട്ടൊരു വൈബ് ഫീൽ ചെയ്യുന്നില്ലേ? ഓ നാടൻ ഫുഡ്. ഇങ്ങനെ മനസ്സറിഞ്ഞ് കഷ്ടപ്പെട്ട് പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ഇങ്ങനെ ലേറ്റായിട്ട് വിശപ്പിൻ്റെ അങ്ങേ അറ്റെത്തുമ്പോൾ ഇനി എന്ത് കൊണ്ടെന്നാലും നമുക്ക് എന്താ ബിരിയാണി ഒരു സദ്യയൊക്കെ കഴിച്ച ഫീൽ ഉണ്ട് അല്ലേ? എന്തായിട്ടും ഞങ്ങളുടെ ഇന്നത്തെ എനിക്ക് ബിരിയാണിനേക്കാളും ഇഷ്ടം ഇങ്ങനെ നാടൻ നല്ല നാടൻ ഫുഡാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി ഇഷ്ടം. അച്ചാർ വേണം, പപ്പടം വേണം, പപ്പടം വേണം. ഈ പപ്പടം മാത്രം കുറഞ്ഞു കടയിൽ പോയി മേടിക്കാൻ മടിയായത് കൊണ്ട് പപ്പടം മാത്രമല്ല, പിന്നെ പൊതുവിതരണ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന അരി ആയിരിക്കണം, റേഷൻ അരി ആയിരിക്കണം ഗൈസ്. പക്ഷെ അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ അല്ലേ? അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഞങ്ങളുടെ കട്ടക്ക് ഞങ്ങൾ കൂടെ ഉണ്ടാവണം. അപ്പോൾ ടാറ്റ ബൈ ബൈ ഗുയ്സ്.